ഗോപികമാരെ പരമാനന്ദത്തിലേക്ക് നയിച്ചിരുന്ന ഓടക്കുഴൽനാഥം വൃന്ദാവനത്തിലെ യമുന നദിയുടെ തീരം. അവിടേക്ക് ആ ദിവ്യനാഥത്തിൻ്റെ ഉറവിടം തേടിയെത്തി ഭഗവാനിലേക്ക് ലയിച്ച് ആനന്ദ നൃത്തമാടിയിരുന്ന ഗോപികമാർ. യമുന നദീ തീരത്തെ സർവ്വചരാചരങ്ങളും ഭക്തിയാകുന്ന ദിവ്യപ്രേമത്തിലേക്ക്. രാസലീല. ഈ ദിവ്യപ്രേമം വൃന്ദാവനം അനുഭവിച്ചത് ഭഗവാന്റെ 11 വയസ്സ് വരെ. 11ാം വയസ്സിൽ വൃന്ദാവനം ഉപേക്ഷിച്ച് 29 വയസ്സ് വരെ മധുരയിൽ നിന്നും 29ാമത്തെ വയസ്സിൽ തൻ്റെ പ്രജകളുമായി ദ്വാരകയിലേക്ക്. വിരഹദുഃഖം അനുഭവിച്ച ഗോപികമാർ, തൻ്റെ പ്രിയപ്പെട്ട ഗോപികമാർ ആഗ്രഹിക്കുമ്പോഴൊക്കെ തൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാൻ ഭഗവാൻ കണ്ട മാർഗം ഗോപി തലാബ്. ദ്വാരകയിൽ നിന്നും ബേഡ് ദ്വാരകയിലേക്ക് പോകുന്ന വഴിയിൽ ഭഗവാൻ സൃഷ്ടിച്ച തടാകം. ആ തടാകത്തിൻ്റെ തീരത്തു നിന്നും സദാ ഒഴുകുന്ന ദിവ്യനാഥം. ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞ് ആഗ്രഹിക്കുമ്പോഴൊക്കെ ലാസലീലകളാടിയ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ പ്രിയ ഗോപികമാർ. എവിടെ നോക്കിയാലും കൃഷ്ണൻ, സർവം കൃഷ്ണമയം. പിന്നീട് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഗോപി തലാബിൽ കൃഷ്ണനോടൊപ്പം ലയിച്ചു ചേർന്ന ഗോപികമാർ. ഇവിടുത്തെ വെളുത്ത കളിമണ്ണ് ഗോപീചന്ദൻ, ഗോപിയുടെ തിലകം. ഭഗവാൻ തൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഭൂമിയിൽ അവശേഷിപ്പിച്ച ഗോപി തലാബ്. ഇവിടെ നിന്നും ഉയരുന്ന മുരളീനാഥം. ആ മുരളീനാഥത്തിൽ ലയിച്ച് ഭഗവാനോടൊപ്പം ആനന്ദ നൃത്തം, രാസലീല അനുഭവിക്കാം ഈ തടാകതീരത്ത് ഇന്നും.